വയനാട് കള്ളാടിയിൽ ഇന്ന് തുടരുന്ന രക്ഷാപ്രവർത്തനത്തിൽ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാനാണ് മരിച്ചവരിൽ ഒരാൾ. ഇതോടുകൂടി മരിച്ചവരുടെ എണ്ണം 5 ആയി ഉയർന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി കള്ളാടിയിൽ നിന്ന് മിഥുൻ പിള്ളയാണ് ചേരുന്നത്. മിഥുൻ, 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാളുടെ മൃതദേഹമാണോ തിരിച്ചറിയാൻ സാധിച്ചത്? മറ്റൊരു മൃതദേഹം കൂടി ഉണ്ടല്ലോ. എങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ? ഹലോ ഈ തുരങ്ക നിർമ്മാണ കമ്പനിയിലെ എക്സ്കവേറ്റർ ഓപ്പറേറ്ററായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ബീഹാർ സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് സോൺ 1 നിന്ന് കണ്ടെത്തിയത്. തൊട്ട് പിന്നാലെ പുഴയിൽ കേന്ദ്രീകരിച്ച്, അതായത് 1, 2, 3 സോണുകളാക്കി തിരിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു സോണിൽ നിന്ന്, അതായത് പുഴയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയത്. മീനാക്ഷി പാലത്തിന് തൊട്ട് താഴെ മൃതദേഹം ഈ തെരച്ചിലിൽ NDRF അതുപോലെ തന്നെ ഫയർഫോഴ്സും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് മൃതദേഹം അതിപ്പോൾ കരക്കേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസും മറ്റു സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ തയ്യാറായി കഴിഞ്ഞു. സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും NDRFന്റെ അംഗങ്ങളും ഒക്കെ തന്നെ പുഴയിലിറങ്ങിയ മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആദ്യം കണ്ടെത്തിയ മുഹമ്മദ് ഇമ്രാൻ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 9:15 ആ മൃതദേഹം ഈ ഒരു നിന്ന് കണ്ടെത്തിയത്. മൃതദേഹം വൈത്തിരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് അവിടെ നടപടിക്രമങ്ങളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി എംബാം ചെയ്ത ശേഷം ഈ കുടുംബാംഗങ്ങൾക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ കണ്ടെത്തിയ ആരുടെ മൃതദേഹമാണ് എന്നതിനെ സംബന്ധിച്ച് ഇവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം അത് ആശുപത്രിയിൽ പരിശോധനയൊക്കെ നടത്തിയ ശേഷം ഒരുപക്ഷെ വ്യക്തത വരാൻ. വയനാട് കള്ളാടി മിഥുൻ തുടരുക. വയനാട് കള്ളാടിയിൽ ഇന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം 5 ആയിട്ടുണ്ട് എന്നുള്ളതാണ്. 2 മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരാളുടെ മൃതദേഹം അത് ആരുടേതാണ് എന്ന കാര്യത്തിലാണ് ഒരു സംശയം. ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാനാണ് മരിച്ചവരിൽ ഒരാൾ. എന്തായാലും 5 മരണങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനിയും ഈ മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. മിഥുനിലേക്ക് വീണ്ടും. മിഥുൻ, 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയ സ്ഥിതിക്ക് 5 പേരുടെ മരണങ്ങളാണ് നമുക്ക് ഇതിനോടകം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി എത്ര പേരെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മിഥുൻ? രാഖി, ഇനി 4 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. നിലവിൽ 5 മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. 4 പേരെ കൂടി കണ്ടെത്തുവാനുണ്ട്. 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള 7 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയ ഒരാളുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ മൃതദേഹം ഇപ്പോൾ വൈത്തിരിയിലെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ നിന്നാണ് തുടർ നടപടികളും മറ്റും സ്വീകരിക്കുക. കഴിഞ്ഞ ദിവസം 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചെങ്കിൽ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ഒരാളെ പോലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും ഒക്കെ വലിയ പ്രതിസന്ധി തീർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മഴ ശക്തമായി തന്നെ ഉണ്ടെങ്കിലും തിരച്ചിൽ ഒരു ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ തിരച്ചിലിനിടയിൽ 2 പേരുടെ മൃതദേഹം ഇന്ന് രാവിലെ തന്നെ കണ്ടെത്തുവാൻ സാധിച്ചത്. ഏതായാലും 2 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പുഴ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് ഒരു മൃതദേഹം ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചത്. നേരത്തെ 1-ാം സോണിലെ പുഴയോട് ചേർന്നുള്ള മൺകൂനയിൽ നിന്നാണ് ആദ്യത്തെ മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും തിരച്ചിൽ ഊർജിതമായി തന്നെ നടത്താനാണ് തീരുമാനിച്ചത്. ഇനിയും 3 പേരെ കൂടി കണ്ടെത്തുവാനുണ്ട്. കണ്ടെത്തുവാനുള്ള നീക്കം സജീവമായി തന്നെ നടക്കുന്നുമുണ്ട്. ഏതായാലും ഇതുവരെ വയനാട് കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5 ആയി എന്നുകൂടി സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. രാഖി, മിഥുൻ, എന്തായാലും 5 മരണങ്ങളാണ് ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 മൃതദേഹങ്ങൾ കൂടി ഇന്നത്തെ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയുടേതാണ് ഒരു മൃതദേഹം. മറ്റൊരു മൃതദേഹം അത് ആരുടേതാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. മരണം ഇതിനോടകം തന്നെ 5 ആയിട്ടുണ്ട്. ഇനിയും മണ്ണിനടിയിൽ എത്ര പേർ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ബാക്കിയാണ്. കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഈ സമയത്തും തുടരുകയാണ്. പക്ഷേ ഈ പ്രതികൂലമായ കാലാവസ്ഥ, കനത്ത മഴയാണ് പ്രദേശത്ത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. നല്ല മഴയാണ്. അത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നത്. പക്ഷേ മഴയൊക്കെ അവഗണിച്ച് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. കള്ളാടിയിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.